മഴതോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ബാലചന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മനു വരുന്നുണ്ട്. മനു വന്ന് പറയുക, എന്തായാലും ഇനി ഇവിടുന്ന് അലീന പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു വിഷമമായിരിക്കും. എന്താ അലീന, നിനക്കാണെങ്കിൽ ഇവിടെ വിട്ട് പോകണോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അലീന പറയുക, ഞാനാണെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചതാ. അച്ഛനെ എനിക്ക് ഇവരോട് മിസ് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യാനാ, അമ്മയുടെ ഈ വരവിന് വേണ്ടി എൻ്റെ ഈ പോക്ക് ഏറ്റവും നല്ലതായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ പോവുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുക, അതിനെന്താ പേടിക്കുന്നത്? ഇപ്പം ഞാൻ നല്ലൊരു ഇടമല്ലേ കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ അവൾ സുരക്ഷിതമായിരിക്കും. അതുപോലെ മാത്രമല്ല, ഇവിടുത്തെ പോലെ ആയിരിക്കത്തില്ല, നല്ല രീതിയിലായിരിക്കും അവിടെ ഉള്ള ഒരു താമസവും. അത് പോകുമ്പോഴത്തേക്കും മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നിന്ന മനു പറയുക, എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടം. ആ സമയം ബാലചന്ദ്രൻ പറയുക, അതും എനിക്കൊരു ഇഷ്ടം തന്നെയാണ്. പക്ഷേ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടക്കട്ടെ. എങ്കിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ വീണ്ടും തിരിച്ചു വരാൻ്റെ ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുക, എപ്പോഴായിരുന്നാലും എൻ്റെ മുറപ്പയ്യനല്ലേ, അതെനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനായിട്ട് ഒന്നും തടസ്സം പറയില്ല. ഏതായിരുന്നാലും നിങ്ങളെയൊക്കെ ഇഷ്ടം തന്നെയാണ് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനെ സ്റ്റാൻലി ജോസഫ് വിളിക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് വീട്ടിലെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അലീനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇവരെ എത്തിയിരിക്കുന്നത്. എന്നാൽ അലീനയെ കാണാനും അതുപോലെ തന്നെ സംസാരിക്കാനുമുള്ള ഒരാഗ്രഹം ബാലചന്ദ്രൻ്റെ അടുത്ത് തുറന്ന് പറയുകയും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടതും. എന്നാലും കണ്ട് സംസാരിച്ചിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തിരിച്ചു കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മനു പറയുക, എന്തായാലും ആരായിരുന്നാലും നല്ലതുപോലെ നോക്കും കേട്ടോ അലീന. അലീന ഇവിടെ എങ്ങനെയായിരുന്നോ അതുപോലെ ആയിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ബാലചന്ദ്രൻ പറയുക, അതിന് ഇവിടുത്തെ പോലെ ആയിരിക്കില്ല അവിടെ അവൾ രാജകുമാരിയെ പോലെ വാഴും, നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കാണാനൊക്കെ പോകണം, ഞാൻ നിന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ജോസഫ് വരാനായി വിളിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് വീട്ടിൻ്റെ മുറ്റത്തെത്തിയത് വീട്ടുപേരൊക്കെ കണ്ട് ഒരു നിമിഷം അറച്ചു നിൽക്കുന്നുണ്ട്. എന്നിട്ട് പഴയ ഓർമ്മയിലോട്ട് വൈജയന്തിയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനാണെങ്കിൽ പുറത്തേക്ക് വരികയും അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ച് അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അലീനയെ കാണാൻ വേണ്ടിയുള്ള ആ ആഗ്രഹത്താൽ വന്ന ആ സ്റ്റാൻലി ജോസഫിനെ എന്ത് പറഞ്ഞ് ആണ് അകത്ത് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാതെ ഒരു നിമിഷം നിൽക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് മനു എത്തുന്നത്. മനു വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ആരാത് പറഞ്ഞു കൊടുക്കുകയും ഇപ്പം മനസ്സിലായെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അലീനയെടുത്ത് പറയുക ബാലചന്ദ്രൻ, നമുക്കൊരു അതിഥിയുണ്ട്, അതിഥിക്ക് നല്ല സ്വീകരണം കൊടുക്കണം. അതുപോലെ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഫി എന്നെ എടുത്ത് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ ആരാന്നറിയാതെ 2 കോഫിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞെട്ടി നോക്കുകയും ചെയ്യുന്നുണ്ട്. അലീനെ അടുത്തു നിന്ന് കാണാൻ വേണ്ടി കൊതി കൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരെ നിന്ന് ഇവിടെ എത്തിയത്. എന്നാൽ അച്ഛൻ പറഞ്ഞിട്ട് പോലും പോവാതെ എനിക്കെൻ്റെ മകളെ കാണണം എന്ന ചിന്തയോടും എനിക്ക് അവളെ കൊണ്ടുപോകണം എന്ന രീതിയിലും കൂടെയാണ് ഈ വരവ് വന്നത് എന്ന് ബാലചന്ദ്രന് മാത്രമേ അറിയാവുള്ളൂ. എന്നിട്ട് അലീനടുത്ത് പറയുക, ഇതാരാണെന്ന് മനസ്സിലായിരുന്നു? ഇതാണ് സ്റ്റാൻലി ജോസഫ്. പക്ഷേ ഇവിടെയാണ് ഞാൻ നിനക്കായിട്ട് ഒരു വീട് കരുതിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് പോവാനാ നീ തീരുമാനിക്കേണ്ടത് ഇനി എന്നൊക്കെ പറയുന്നുണ്ട്. അതോ എന്താ അവിടെ ജോലിയെന്ന് എനിക്കറിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ അവിടെയാണെങ്കിൽ അധികം ജോലിയൊന്നുമില്ല, 2 പേരൊക്കെ ഉണ്ട് അവിടെ സഹായത്തിന്. എന്നാൽ അവിടെ വന്ന് നിന്നിട്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ സ്റ്റാൻലി പറയുന്നുണ്ട്.
ഈ പറച്ചിലിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷമവും ഉണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുക, എനിക്കാണെങ്കിൽ ഇവിടുന്ന് വരാൻ താല്പര്യമുണ്ടായിട്ടില്ല, പക്ഷേ എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് കുറേ നാൾ കൊണ്ട് പറഞ്ഞിരുന്നു, ഒരു ഇടം എനിക്കായിട്ട് ഉണ്ട്, ഞാൻ നോക്കി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ. പോയിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തിലാണ് വന്നത്. ഈ വീടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ സ്ലാൻഡിൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്. എന്തായാലും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, ഞങ്ങളെല്ലാവരും ഇല്ലേ, പിന്നെ എപ്പോഴും വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ എല്ലാവർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അലീന പറയുന്നുണ്ട്, ഓരോ കാര്യത്തിനും എല്ലാത്തിനും വഴക്ക് കൂടുന്ന ഓരോ കൂട്ടത്തിലാണ് എൻ്റെ സ്വഭാവം. അത് പക്ഷേ ഇനി ചിലപ്പോൾ അത് മാറിയെന്നും വരും.